ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫുഡീസ് ഇൻ ടൗൺ. അപ്പോൾ ഇന്ന് നമ്മൾ ബെൽഫാസ്റ്റ് സിറ്റി കാണാനാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പതിയെ പറയാം. നമ്മളിത് 6:45 ഇറങ്ങി ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. ഡബിൾ ഡെക്കർ ബസ്സായിരുന്നു കേട്ടോ അത്. അതുകൊണ്ട് ഞാൻ ഓടിപ്പിടിച്ച് കയറി മേലെ പോയിരുന്ന് ഫസ്റ്റ് സീറ്റിൽ തന്നെ പോയൊക്കെ ഇരുന്നു. അങ്ങനെ നമ്മൾ വ്യൂസൊക്കെ കണ്ട് നമ്മളിത് ഡബ്ലിൻ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളൊരു പാഡി വാഗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂറിസ്റ്റിൻ്റെ പാക്കേജ് ബുക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ നമ്മളെ ബെൽഫാസ്റ്റ് സിറ്റിയിൽ കൊണ്ടുപോയി അവിടുത്തെ ഫേമസ് ടൈറ്റാനിക് മ്യൂസിയം ഒക്കെ കാണിച്ച് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നപ്പം അങ്ങനെ അതെ നമ്മൾ ഡബ്ലിൻ സിറ്റിയിൽ ചെറുതായിട്ടൊന്ന് നടക്കുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും 8 മണിക്കായിരുന്നു നമ്മുടെ ബസ് കേട്ടോ. അങ്ങനെ അതെ നമ്മൾ ബസ്സിലൊക്കെ കയറി. ഇതിലത്തെ ഗൈഡ് ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. ഭയങ്കര കോമഡിയൊക്കെ പറഞ്ഞ് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അയർലാൻഡിലെ മൊണാസ്റ്റിർ ബോയ്സ് എന്നുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. അവിടെ ഉള്ളൊരു മൊണാസ്ട്രിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമുക്കിവിടെ ഒരു 20 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഈ ഒരു പ്ലേസിൻ്റെ റെലവൻസ് എന്താണെന്ന് വെച്ചാൽ 5th സെഞ്ച്വറിയിൽ ക്രിസ്ത്യാനിറ്റീനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിൻറ്റ് ബോയ്ത്തെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ ഒരു പ്ലേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് അയാളാണ്. ഒരുപാട് കാലം മുന്നേ ബിൽഡ് ചെയ്തിട്ടുള്ള പ്ലേസ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ റെലവൻസ് ഒരുപാടുള്ളത് കൊണ്ടും ഇതിപ്പോൾ ഒരു നാഷണൽ മോണുമെൻ്റാണ്. നമ്മളിതായി നടക്കുന്നതൊക്കെ ഒരു സെമിത്തേരിയുടെ ഏരിയയിൽ കൂടെയാണ്. ഇവിടെ ചർച്ച് ഉണ്ട്, സെമിത്തേരി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു പ്ലേസ് ഫേമസ് ആയിരിക്കുന്നത് ഇവിടുത്തെ ഹൈ ക്രോസസ് കാരണമാണ് കേട്ടോ. ഭയങ്കര വലിയൊരു ഹൈ ക്രോസസ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതേ അവിടുത്തെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി നമ്മളിത് വീണ്ടും നമ്മുടെ പാഡി വാഗിൻ്റെ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ഓൾമോസ്റ്റ് ബെൽഫാസ്റ്റ് സിറ്റി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കാണാനുള്ളത് ടൈറ്റാനിക്കിൻ്റെ മ്യൂസിയമാണ്. ടൈറ്റാനിക്കിൻ്റെ മ്യൂസിയത്തിന് മുന്നേ നമുക്ക് ഒരു 2 മണിക്കൂർ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാവും. സിറ്റിയൊക്കെ നടന്ന് കാണാൻ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ ബസ്സിൽ. ഞാൻ ഒരുവിധം എല്ലാ ഇൻഫർമേഷൻസും ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കൂ. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് തരാം. അപ്പോൾ നമ്മൾ പാഡി വാഗൺ ടൂറിസ്റ്റിൻ്റെ ഒരു ഡേ ടൂർ പാക്കേജാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെന്നെ നമ്മളെ ഡബ്ലിൻ സിറ്റിയിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ ഡബ്ലിൻ സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് അവരുടെ പാക്കേജ് വരുന്നത്. അപ്പോൾ ഈ ഒരു പാക്കേജിൽ നമുക്ക് ഒരാൾക്ക് വന്നിരിക്കുന്നത് 69 യൂറോ ആണ് കേട്ടോ. അതായത് ഇതിൽ ഫുഡൊന്നും ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ നമുക്ക് വേറെ എൻട്രൻസ് ഫീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബെൽഫാസ്റ്റിലൂടെയാണ്. ഈ ബെൽഫാസ്റ്റിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതായത് നോർത്തേൺ അയർലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ബെൽഫാസ്റ്റ്. അതുപോലെ തന്നെ ഈ ബെൽഫാസ്റ്റ് ഏറ്റവും ഫേമസ് ആയത് എന്തുകൊണ്ടാണെന്നറിയോ? ദ വേൾഡ് മോസ്റ്റ് ഫേമസ് ഷിപ്പായിട്ടുള്ള RMS ടൈറ്റാനിക്കിൻ്റെ ബർത്ത് പ്ലേസ് ആണ് കേട്ടോ ഈ ബെൽഫാസ്റ്റ് സിറ്റി. അതുകൊണ്ടാണ് ഈ ഒരു പ്ലേസ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബെൽഫാസ്റ്റിലെ ഒരു മ്യൂസിയം കാണാൻ, അതായത് ടൈറ്റാനിക് ബെൽഫാസ്റ്റ് കാണാനാണ് നമ്മൾ പോകുന്നത്. അവിടെ ഇതിൻ്റെ ചരിത്രം മൊത്തം അവരവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്കൊരു 2.5 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ഷോപ്പിങ്ങിനും അതുപോലെ ലഞ്ച് കഴിക്കാനും ഒക്കെ കറങ്ങാനും ബെൽഫാസ്റ്റ് സിറ്റി മൊത്തം ഒന്ന് ചുറ്റിക്കാണാനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു 2.5 മണിക്കൂർ ടൈമുണ്ട്. നമ്മളിത് അപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടോ. ഇപ്പോൾ ഇത് ബെൽഫാസ്റ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ലഞ്ച് കഴിക്കണം, കുറച്ച് പറ്റിയെങ്കിൽ ഷോപ്പ് ചെയ്യണം, പിന്നെ ബെൽഫാസ്റ്റ് സിറ്റി ഒന്ന് കാണണം എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്കൊരു 2.5 മണിക്കൂർ സമയമുണ്ട്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെൽഫാസ്റ്റ് സിറ്റി കൂടെ 2.5 മണിക്കൂർ തേരാപ്പാര നടന്നതിന് ശേഷം നമ്മൾ വീണ്ടും പാഡി വാഗൺ ബസ്സിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ ലഞ്ചൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ലഞ്ച് എന്ന് വെച്ചാൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സ്നാക്സും ജ്യൂസും ഒക്കെ എടുത്തിട്ട് പോരുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഈ ഒരു സ്ഥലം വിട്ട് കുറച്ച് ദൂരത്തോട്ടൊന്നും പോകാനൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണല്ലോ. വഴിയെങ്ങാനും തെറ്റിപ്പോയാൽ, സമയം എങ്ങാനും ലേറ്റ് ആയി കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ ഈ ഭാഗത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കറങ്ങി വരുന്നു ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുട്ടി ഷോപ്പിംഗ് നടത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസത്തെ തന്നെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള നമ്മുടെ ടൈറ്റാനിക് മ്യൂസിയത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇപ്പോൾ ഇവിടെ എത്തി ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നിൽക്കുകയാണ്. നമ്മുടെ പാക്കേജിൽ ഓൾറെഡി ഇതിൻ്റെ എൻട്രൻസ് ഫീസൊക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് അതൊന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വന്നില്ല. ബെൽഫാസ്റ്റിലെ ഷിപ്സിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള ടൈറ്റാനിക്കിൻ്റെ സ്റ്റോറിയും പറയുന്ന ഒരു മ്യൂസിയമാണ് കേട്ടോ ഇത്. ഈ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ഓപ്പൺ ആയിട്ടുള്ളത് 2012-ലാണ്. നമ്മളിപ്പോൾ ഇത് കയറിയിരിക്കുന്നത് ഫസ്റ്റ് ഗാലറിയിലാണ് കേട്ടോ. ഫസ്റ്റ് ഗാലറിയിൽ കാണിക്കുന്നത് ടൈറ്റാനിക്കിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ, അതായത് ഒരു 1909 to 11 കാലഘട്ടത്തിലെ ബെൽഫാസ്റ്റിലെ കാഴ്ചകളാണ്. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെയാണ്.
നമ്മളിപ്പോൾ ഇത് ലിഫ്റ്റിലൊക്കെ കയറി ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് സെക്കൻഡ് ഗാലറിയാണ്. സെക്കൻഡ് ഗാലറി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു 6 സീറ്റർ കാർ ഒക്കെ പോലുള്ള ഒരു റൈഡൊക്കെ പോലുള്ളൊരു സംഭവത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു റൈഡ് പോലെ ഇങ്ങനെ പോവും. അതിൻ്റെ ഇടയിൽ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഈ ഫുൾ ഷിപ്പിൻ്റെ കൺസ്ട്രക്ഷൻ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ ഫുള്ള് ഓഡിയോ വീഡിയോ ഓരോ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഫുൾ അവിടെ നടക്കുന്നതിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ പോകുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു സംഭവം. ആ ഒരു ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ടൈമിൽ അവിടെ നടക്കുന്ന ഡിസ്കഷൻസ്, അവിടെ നടക്കുന്ന വർക്ക്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, ഉള്ളിൽ നടക്കുന്ന വർക്കൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ ഫുൾ അവർ ഓഡിയോ ആയിട്ടും ഫോട്ടോസായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കത് നമ്മളതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ആ ഒരു ഫീലാണ് മെയിനായിട്ട് നമുക്ക് കിട്ടുക. പിന്നെ ഇതിങ്ങനെ ഇരുന്നിട്ട് നമ്മളൊരു റൈഡ് പോലെ പോകുന്നതുകൊണ്ട് നമുക്കും വലിയൊരു മടുപ്പ് ഉണ്ടാവില്ല. കാരണം നമുക്കൊന്നും നടന്ന് കാണണ്ടല്ലോ. ഒരു റൈഡ് നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ. Very well equipped it was. That's where we built the triple expansion engines. 2 of them, each as high as a 3-story house. I worked in the frame bending shop. You had heat steel beams in the furnace, then hook them onto slabs of cast iron and hammer them curved. It was skilled work. You had to bend them more than you need. അറിയാവുന്ന ടൈറ്റാനിക്കിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ ഇവരിവിടെ മെയിനായിട്ട് ഷോക്കേസ് ചെയ്യുന്നത്. 1912 മഞ്ഞുമലയിൽ ഇടിച്ചിട്ട് തകർന്നു പോയിട്ടുള്ള ആ ഫേമസ് ടൈറ്റാനിക്കിൻ്റെ സ്റ്റോറിയാണ് ഇവരിവിടെ മെയിനായിട്ട് കാണിക്കുന്നത്. അതായത് എങ്ങനെയാണ് അത് കൺസ്ട്രക്ട് ചെയ്തത്, എങ്ങനെയാണ് അത് ഉണ്ടായി വന്നത്, അതിൻ്റെ ഉള്ളിലെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, എത്ര പേര് അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്തിരുന്നു, പിന്നെ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇവരിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. But have to get back and chase it out after work. I get scared working down in that double bottom. You only had candles for light. And the constant hammering against the shell plates. You could hear it all over Belfast. Some of those boys ended up stone deaf, so they did. We were paid $31 a week. The heater boy in Catchford at 16 bob. 2000 സ്ക്വയർ മീറ്റേഴ്സിലധികം വരുന്നൊരു സ്പേസിലാണ് കേട്ടോ ഇവർ ഈ ഒരു ടൈറ്റാനിക് മ്യൂസിയം ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ ഒരുപാട് ഗാലറീസ് ഉണ്ട്, അതുപോലെ പ്രൈവറ്റ് ഫങ്ഷൻ റൂംസ് ഉണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇവർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റൈഡിനൊക്കെ എത്രത്തോളം സ്പേസ് എടുക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കി അറിയാം. പക്ഷെ ഭയങ്കര അടിപൊളിയായിട്ട് ഒരു ബോറിങ് എലമെൻറ്റ് തന്നെ അവർ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെ ഒരു റൈഡ് നമ്മളെ ഉള്ളിലൂടെ മൊത്തം കൊണ്ടുപോയി കാണിച്ച് കൊണ്ടുവരുന്ന ഒരു ഇത്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു റൈഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളിതാ ഇതിൻ്റെ ഒരു എൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണെങ്കിലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും അവർ നമുക്ക് അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അവർക്ക് അറിയുന്ന ഇൻഫർമേഷൻസൊക്കെ അവർ നമുക്ക് പാസ് ചെയ്ത് തരും. പിന്നെ ഈ ഒരു മാനേജ്മെൻറ്റും അവർ അടിപൊളിയായി ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് നേരം ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെയൊന്നും വരുന്നില്ല. എല്ലാം ഭയങ്കര സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ അവരിതിനകത്ത്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതേപോലെ ഈ റൈഡിനകത്ത് കയറാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ആ ക്യൂവിൽ കാണുന്നത്. ഒരുപാട് വെയിറ്റിംഗ് ടൈം ഒന്നുമില്ല. അടുപ്പിച്ചിട്ട് തന്നെ ഈ ഒരു കാറ്, ഒരു 4 സീറ്റർ അല്ലെങ്കിൽ ഒരു 6 സീറ്റർ കാറ് വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും. നമുക്കറിയാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ബേസിക്സ് മാത്രം പറഞ്ഞിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എത്രത്തോളം ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആവും എന്ന് എനിക്കറിയില്ല, എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞു പോവുകയാണെങ്കിൽ. It was known as the Arrow Gantry. The gantry was constructed to house 2 നമ്മളൊക്കെ ഒരു കാലത്ത് പുളകം കൊള്ളിച്ചിട്ടുള്ള ആ ടൈറ്റാനിക്കിന്റെ ഫുൾ സ്റ്റോറി ഇവർ ഈ ഒരു മ്യൂസിയത്തിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു ദുരന്തത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, ആ ജീവൻ തിരിച്ചു കിട്ടിയ ആൾക്കാരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഫുൾ എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊക്കെ മെയിനായിട്ട് ഈ ടൈറ്റാനിക്കിനെ പറ്റി അറിയാം മൂവി കണ്ടിട്ടാണ് കേട്ടോ. മിക്കവാറും പേർക്കൊക്കെ അങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതൊന്നുമല്ല, ശരിക്കുള്ള ആ ടൈറ്റാനിക് എന്നുള്ള ആ ഒരു ദുരന്തത്തിൻ്റെ ആഴം നമുക്കിവിടെ വന്നാൽ കറക്റ്റ് മനസ്സിലാവും. എത്ര പേര് മരിച്ചു, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള ആ ഒരു ദുരന്തത്തിൻ്റെ ആഴം നമുക്ക് ശരിക്കും ഇവിടെ വന്നാൽ മനസ്സിലാവും. അതും അവർ ആ ഒരു മൂവിയുടെ മ്യൂസിക്കും ഒക്കെ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ അതൊക്കെയായിരുന്നു നമുക്ക് ഇന്നുണ്ടായത്. നമ്മുടെ ആ ഒരു ടൈറ്റാനിക് മ്യൂസിയം കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി, നമ്മൾ നമ്മുടെ ബസ്സിൽ കയറി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിൽസിലോട്ടൊന്നും പോയിട്ടില്ല, ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സി യു.